അന്നേരമാശു ഭരതനും രാമനെ ചെന്ന് തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചവിതന്ന് കേൾക്കണം. രണ്ടടിയേനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ചെയ്ക വേണം അഭിഷേകവും പാലനം ചെയ്ക രാജ്യം തവ പൈത്രം രഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠവം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു തീർക്കിയപ്യാതിരം വിശ്വമെല്ലാം പരത്തിക്കുലതന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്കലാക്കി വനത്തിന് പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസമത്ഭുത വിക്രമാനാഥ പ്രസീതമേ മാതാവ് തന്നെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതയാനിധേ ഭ്രാതാവ് തന്നെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിത്തമുര് ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും ഉത്ഥാപ്യ രാഘവൻ ഉത്സംഗം ആരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാൻ. മദ്വാക്യം എത്ര കേട്ടാലും കുമാരനീ യത്വയോക്തം മയാ തത്തൈവ ശ്രുതം താതനെ തന്നെ 14 വത്സരം പ്രീതനൈക്കാനനം വഴകെന്ന് ചൊല്ലിനാൻ. താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്കെന്ന് ചൊല്ലിന പിത്രാ നിനക്ക് രാജ്യം മാതസമ്മതം ദത്തമായി പുനരെന്നതു കാരണോ ജതസാപാർക്കിൽ നമുക്കിരുവർക്കും ഈ താത നിയോഗമനുഷ്ഠിക്കുകയും വേണം. യാതൊരു തൻ പിതൃവാക്യത്തെ ലംഘിച്ച് നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലും ഇല്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ട് ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ ശ്രീജിതൻ ഭ്രാന്തനുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ട് രാജസമാനസൻ ചൊന്നവാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ. എന്ന് ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്ത് ചൊല്ലിനാൻ. ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ താതന സത്യഭയം കൊണ്ട് ചെയ്തതീനേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിടുക സത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞതു കേട്ടതീ സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ. രാജ്യം നിനക്കും എനിക്കു വിപിനവൂ പൂജ്യരാം താതൻ വിധിച്ചത് മുന്നമേ. വ്യത്യയമാനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരുമെന്ന് നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായ സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിനരൂതെങ്കിൽ പോരുവൻ ചേരുവൻ ചെന്ന് പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യേവമാത്മനി നിശ്ചയിച്ചന്തികേ. ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്ത് പുക്കു ഭരതനും. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൻബോധനാർത്ഥം നയനാന്ത സംജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും. ചെന്നു കൈകേയി സുതനോട് ചൊല്ലിനാൻ. മൂഢനായിടല കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നതു നാരായണൻ പരൻ താമരസോദ്ഭവനത്തിക്ക് കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായ ദേവിയായ ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നധിക വഴി പോലെ. രാവണനെ കൊൽവതിന് വനത്തിന് ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. ബന്ധരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ. ശ്രീരാമദേവനിവർത്തനത്തിങ്കിലും ഉള്ളാഗ്രഹം നീയും പരിധരിച്ചിടുക. കാരണ പുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്ക് പോകാമടിയാതെ.
മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി പൊക്കൂ വസിക്ക നീ വന്നിടും അഗ്രജൻ താനുമനുജനും ദേവിയുമേഴ് സംവത്സരാവധൗ രാവണൻ തന്നെ വധിച്ചു സമുദ്രകം. ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ട് ഭക്ത്യാരകൂത്തമ സന്നിധൗ സാദരം ഗത്വാമൂർന്ന് നമസ്കൃത്യ സഹോദരം പാതുകം ദേഹി രാജേന്ദ്ര രാജായതേ പാദബുദ്ധ്യാമ സേവിച്ചു കൊള്ളുവൻ യാവത്തവാഗമം ദേവദേവാമേ താവദേവാനാരദം ഭജിച്ചിടുവൻ. യുദ്ധം ഭരതോക്തി കേട്ടു രഘുത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത് മതിയടി. ഭക്തിമാനായ ഭരതനു നൽകിനാൻ നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമ രത്ന വിഭൂഷിത പാതുക മുക്തമാങ്കേ ചേർത്തു രാമ നരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചു തായ വന്നിച്ചു ചൊന്നാൻ സഗദ്ഗതമു മന്വബ്ദ പൂർണേ പ്രഥമദിനെ ഭവാൻ വന്നില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസം ഉഷസി ജ്വലിപ്പിച്ചു വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോട് ചൊല്ലിയ അങ്ങനെ തന്നെ ഒരന്തരമില്ലതീനങ്ങു ഞാനെന്നു തന്നെ വരും നിർണയവോ എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു. ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്നിച്ചു വന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിപ്പരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയോ. ശ്രീരാമദേവനെ ചെലസി ചേർത്തുകൊണ്ട് ആരൂഢമോദേന കൊണ്ടുപോയിടിനാൻ. ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു. കയ്യേതാനും സുതാനുവാദം കൊണ്ട് ശോകമകന്നു നടന്നു മകനുമായി ഗംഗാ കടന്നു ഗുഹാനുവാദേന പടയോടു കൂടെ കുമാരന്മാർ ചെന്ന് അയോധ്യാപുരിവൊക്കു രഘുവരൻ തന്നെയും ചിന്തിച്ചനുദിനം. ഭക്ത്യാവിശുദ്ധ ബുദ്ധ്യാപുരവാസികൾ നിത്യസുഖേന വധിച്ചതെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനും താവേന ശത്രുഘ്നും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമം അൻപൊടു പൊക്കിതു. വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകാം വച്ചു സിംഹാസനേ രാഘവ പാദങ്ങളെന്ന് സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചുകൊണ്ട് അന്തികെ സേവിച്ചു നിന്നാരുവരൂ. നാനാമുനീജന സേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചില ദിനം. ചിത്രകൂട്ടാന്തരേ വാണോരനന്ദനു ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങള് യോധ്യയിൽ നിന്നു വന്നെത്തുമിവിടെ ഇരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ട് ഭക്തമോദം ഗമിച്ചിടുക വേണ്ടതും. യുദ്ധം വിചാര്യ ധരിത്രീ സുതയുമത്യുത്തമനായ സൗമിത്രിയുമായി തഥാ താത്യാജ ചിത്രകൂട്ടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ.